പിടിക്കോളെ, വിടരുത്, പിടിക്കോളെ, വിടരുത് വിടരുത് വിടരുത്, പിടി, കൊള്ളാം, ഇത് മതി, വിടരുത്, ഒരു കാരണവശാലും ചേട്ടാ അവിടെ വിടരുത്. കൊച്ചു കള്ളൻ, അടിപൊളി, അങ്ങനെ തന്നെ വേണം. അവൻ്റെ ഒരു ജാട നന്നായിപ്പോയി. ആണുങ്ങളോട് ചെങ്ങനെ കൊള്ളാമല്ലേ. ഇനി നമുക്ക് ഇത് സ്വന്തം പെങ്ങളോടാണ് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി കാണാം. ആ നാറി പൊരുതവളെ പൊട്ടുപോരുത്. എൻ്റെ എടാ നീ മേടിക്കുന്ന നിന്നെ ഞാൻ നിന്നെ വെറുതെ വിടണ പട്ടി. ഒന്ന് പറയുന്നില്ല എന്നെ നിന്നെ എവിടെയാണെങ്കിലും ഒന്ന് ഞാൻ കാണാം. പാട്ടി കഴുകണവന്. ഇനി ഇത് അച്ഛൻ കാണുന്ന സീൻ കാണണ്ടേ? എന്റെ മോളെ, അയ്യോ എന്റെ മോളെ, എന്റെ മോളെ നീ വെറുതെ ഇടാ. അയ്യോ മോനെ നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലടാ. അയ്യോ കൊല്ലൂടാ നിന്നെ ഞാൻ കൊല്ലും. എന്റെ മോളെ ജീവിതം അയ്യോ ഇനി ഞാൻ അവളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി ഉണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഹലോ സുരേഷ്, കേൾക്കാമോ? എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? ഈ പെൺകുട്ടിയെ ഒരു ബംഗാളി സ്വദേശി പീഡിപ്പിച്ചു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ ചില വൃത്തങ്ങൾ പറയുന്നത് ഇത് ബംഗാളിയല്ല, അഫ്ഗാനിസ്ഥാനിയാണ്. ISIസുമായി ബന്ധമുള്ള ആരോ, ആ കാർഡുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ? മാത്രമല്ല മറ്റൊരു കാര്യം കൂടി, ഈ പെൺകുട്ടിയെ കാട്ടിൽ വിറകുടിക്കാൻ പോയതല്ല, ആ പെൺകുട്ടിക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്നും ഇവിടെ ചില വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ സുരേഷ്? സുരേഷ് താങ്കൾക്ക് കേൾക്കാമോ? എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ആ കുട്ടിയുടെ നില എങ്ങനെയുണ്ട്? നേരം വിറക് പെറുക്കാനായിട്ട് പോയ സുചിത്ര എന്ന പെൺകുട്ടിയാണ് ഈ ബംഗാൾ സ്വദേശി ഇവിടെ വെച്ച് പീഡിപ്പിച്ചിരിക്കുന്നത്. കടന്നു പിടിച്ച് ആ കുട്ടിയെ ചുംബിക്കുകയും പിന്നെ അതിനുശേഷം ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുട്ടിയുടെ നില വളരെ ഗുരുതരമാണ്. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കുട്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രദേശത്ത് വെച്ചാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. വൈകുന്നേരം ഒരു 6:30 മണിയോടുകൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വിറക് പെറുക്കി തിരിച്ചു വരുന്ന വഴി ഈ ബംഗാളി സ്വദേശി ഇവിടെ പാത്തിരിക്കുകയും ആ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും ശേഷം പീഡിപ്പിച്ചിട്ട് കടന്നു കളയാണ് ചെയ്തത്. ഇദ്ദേഹത്തെ പറ്റി നമുക്ക് യാതൊരു വിവരവുമില്ല, ആരാണെന്ന് അറിയുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വിറക് പെറുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് വീട്ടിൽ പറ്റിയാൽ വിറക് പെറുക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരും അവരവരെ ശ്രദ്ധിച്ചാൽ അവർക്ക് കൊള്ളാം. മാത്രമല്ല കഞ്ഞി വെക്കാൻ വിറകില്ലെങ്കിലും വീടിന് പുറത്ത് പോയി വിറക് പെറുക്കുകയോ കാട്ടിൽ പോയി വിറക് പെറുക്കുകയോ ചെയ്യരുത്. വിറക് പെറുക്കുന്നിടത്തൊന്നും തിരിച്ചു വരുന്ന വഴിക്കാണ് പീഡനം നടന്നിരിക്കുന്നത്. ഈ പ്രദേശത്ത് മറ്റാരുമില്ല. നമുക്ക് ഈ പ്രദേശം കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കരുതലോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഈ പീഡകൻ. സുരേഷ്, മറ്റൊരു കാര്യം കൂടി, എനിക്കിപ്പോൾ ആ പെൺകുട്ടിയുമായി ഒന്ന് ബന്ധപ്പെടാൻ സാധിക്കുമോ? സുരേഷ്, ആ കുട്ടി നമുക്കിപ്പോൾ ആ കുട്ടി ഏകദേശം അബോധാവസ്ഥയിലാണ്. ഒരുത്തം ബന്ധപ്പെട്ടതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അതിന് മുമ്പ് താങ്കൾക്കും ബന്ധപ്പെടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പറ്റിയാൽ ഞാൻ കുട്ടിയുടെ അഡ്രസ് അല്ലെ ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് വരാം. ക്യാമറമാൻ ഗണേശനോടൊപ്പം സുരേഷ്. നമുക്ക് പിന്നീട് തിരിച്ചു വരാം. ഇവിടെ വാർത്തകളിലേക്ക് കടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ എന്നെ തൊട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നിർത്തണം എന്ന് വെച്ചപ്പോൾ ആ ചേട്ടൻ നിർത്തി. ഓൺലോ ശരിയാണെന്ന് കണ്ടുകൂടിയല്ല, പക്ഷെ തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല. എനിക്കിപ്പോഴും തെറ്റാണെന്ന് തോന്നില്ല.